ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കർമ്മബലം ഇപ്പോൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം എന്താണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങളുടെ കർമ്മഫലം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ കർമ്മഫലം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. സെക്കൻഡ് കാർഡ് ദ ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് സെക്കൻഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് നൈറ്റ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് സോർട്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു കർമ്മഫലം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിരിക്കാം. അതായത്, ഞാൻ ഒത്തിരി നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങളൊക്കെ എനിക്ക് എപ്പോൾ കിട്ടും, എനിക്ക് എപ്പോഴും ഈ ഒരു സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാകും. അതുപോലെ തന്നെ എന്നെ ഒത്തിരി ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊരു കർമ്മഫലം ഒന്നും കിട്ടുന്നില്ലല്ലോ, അത് എപ്പോൾ ലഭിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള റീഡിംഗ് ആണ് ഇത്. ഈ ഒരു ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു തീയതി പറയാനായിട്ട് നമുക്ക് ഈ ഒരു ടാരോട്ട് റീഡിങ്ങിലൂടെ കഴിയില്ല. പക്ഷെ അതിൻ്റെ ഒരു എനർജി നമുക്ക് പറയാൻ പറ്റും, ഒരു ദിശ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മുടെ ആത്മാവ് കേൾക്കാൻ തയ്യാറായിരിക്കുന്ന സത്യം നമ്മളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 കാർഡുകൾ, ദ 10 ഓഫ് പെൻറ്റക്കിൾസ്, ഹൈ പ്രിസ്റ്റീസ് കാർഡ്, നൈറ്റ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് സോർട്സ്, ഈ ഒരു 4 കാർഡുകളും ചേർന്ന് എടുക്കുന്ന ഒരു എനർജീസ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സ് ഒന്ന് ശാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുക. അപ്പം ഒരുപാട് കാലങ്ങളായി നിങ്ങൾക്ക് മനസ്സിൽ ഒരു തോന്നലുണ്ട്, എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു നിന്ന അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ആരും അറിയാതെ ഒരുപാട് കണ്ണുനീര് ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വ്യക്തിയായിരിക്കാം. പുറത്ത് ചിരിച്ചെങ്കിലും രാത്രികളിൽ നിങ്ങൾ ഒത്തിരി കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ആദ്യം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കാർഡ് നമ്മളോട് ഉറപ്പായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസിനാണ് ഈ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത നന്മ അല്ലെങ്കിൽ നിങ്ങളിലുള്ള നന്മ ഒരിക്കലും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സ് പറയുന്നു, നീ ചെയ്ത നന്മകളെല്ലാം അതായത് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരാളോട് നീ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചിട്ടുണ്ടത്, മനസ്സ് തകർന്നിട്ടും മറ്റൊരാളെ വേദനിപ്പിക്കാതെ നീ മാറി നിന്ന സമയങ്ങൾ, നിങ്ങൾ കരുതിയതുപോലെ ഈ കാര്യങ്ങളൊന്നും വെറുതെ ആയിട്ടില്ല. അപ്പൊ ചിലരുണ്ട്, നമ്മളിങ്ങനെയൊക്കെ ഒരാൾക്ക് വിഷമിക്കല്ലോ എന്ന് കരുതി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിട്ടുകൊടുത്ത സമയം വരെ ഉണ്ട്, എന്നിട്ടും എനിക്ക് ഇതിനൊന്നും ഒരു ഫലവും ലഭിക്കുന്നില്ല. അങ്ങനെ കിട്ടിയവരൊക്കെ ഉള്ളതും കൊണ്ട് നല്ല നൈസായിട്ട് സെറ്റായിട്ട് കയറി പോകുന്നുണ്ട്, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുന്നു, എനിക്ക് ഒരിക്കലും ഒരു നന്മ വരുന്നില്ല എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും വെറുതെ ആയിട്ടില്ല. നീ ചെയ്തു കൊടുത്ത ആ നന്മകളൊന്നും വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും കർമ്മം എന്ന് പറയുന്നത് ഒരു ബാങ്ക് പോലെയാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന ഓരോ നന്മയും അതിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചേക്കാം, ഞാൻ മാത്രം നഷ്ടപ്പെടുത്തുകയാണ് പലതും, അല്ലെങ്കിൽ ഞാൻ മാത്രം വിട്ടുകൊടുക്കാനായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയായി മാറുകയാണ്. പക്ഷെ സത്യം അതല്ല. നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്.
ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചെറിയൊരു സന്തോഷമല്ല, ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ മാറ്റുന്ന ഒരു അനുഗ്രഹമാണ്. അതായത് ഒരു സ്ഥിരതയുള്ള ജോലിയായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയായിരിക്കാം, സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, കുടുംബത്തിലെ സന്തോഷകരമായ ഒരു വാർത്ത, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു സമാധാനം, ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 10 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡ് വഴി യൂണിവേഴ്സോട് പറഞ്ഞു തരുന്നത്. അതാണ് നിങ്ങളിലേക്ക് വരുന്ന, അതായത് നെക്സ്റ്റ് ഉടനെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ കർമ്മബലം എന്നൊക്കെ പറയാം. നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ള ഒരു ഫലമായിട്ട് നിങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, ഇതിലേതോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസ് കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള കാർഡാണ്, പക്ഷെ അതിന്റെ സന്ദേശം വളരെയധികം ശക്തമാണ്. പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നതാണ്, നീ വൈകിയെന്ന് കരുതുന്ന ഓരോ കാര്യത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് നീ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ്. അതായത് നിന്നിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു, ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെട്ടു, ഒരു ജോലി നഷ്ടപ്പെട്ടു, ഈ ഒരു കാര്യങ്ങളൊക്കെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പല വാതിലുകളും അടഞ്ഞതായിട്ട് ആ ഒരു സമയത്ത് തോന്നിയിരിക്കാം, പല ബന്ധങ്ങളും അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം, പല അവസരങ്ങളും നഷ്ടമായതായിട്ടും തോന്നിയിട്ടുണ്ടാകും. എന്നാൽ ആ നഷ്ടങ്ങൾ പലപ്പോഴും നിങ്ങളെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു എന്നാണ് കാർഡ് പറഞ്ഞിരുന്നത്. അതായത് ശരിക്കും യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുകയോ നിങ്ങളുടെ ഡൗൺഫോളിലേക്ക് കൊണ്ടുപോവുകയോ അല്ല ചെയ്തിരുന്നത്. നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെ നടക്കുകയാണ്. ആരും കാണാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ അടുത്തൊരു അധ്യായം എഴുതപ്പെടുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ചെറിയ സൂചനകളെ നിങ്ങൾ അവഗണിക്കരുത്. ചിലപ്പോൾ അതൊരു സ്വപ്നം വീണ്ടും വീണ്ടും കാണാറുണ്ട് ഉള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരേ നമ്പർ ആവർത്തിച്ച് കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് നോക്കുക, ഏഞ്ചൽ നമ്പറിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്താണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്താണെന്ന്, ചിലപ്പോൾ പഴയ ഒരാളെ അപ്രതീക്ഷിതമായി ഓർക്കുന്ന ഒരു സമയം വരുന്നു. ഇതെല്ലാം നിങ്ങളുടെ യാത്രയിലെ ചില അടയാളങ്ങൾ യൂണിവേഴ്സ് തരുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് കാർഡ് നമ്മൾ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. നിങ്ങളുടെ ജീവിതം ഇതുവരെ വളരെ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ സ്ലോ ആയിട്ട് പോകുന്നു. എന്നാൽ ഈ കാർഡ് വന്നതോടെ ഇവിടെ ഒരു നിശബ്ദത അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അവസാനിക്കുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും. അത് ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം, ഏതെങ്കിലും ഒരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും വേഗം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും. അതാണ് ഈ കാർഡിന്റെ ഒരു ഊർജം എന്ന് പറയുന്നത്. ആ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് വൈകാതെ അതായത് ഒരു ആക്ഷനിലേക്ക് വരുന്ന ഒരു ശക്തിയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഒരു മുന്നറിയിപ്പും കൂടി നമുക്ക് തരുന്നുണ്ട്. അവസരം വന്നപ്പോൾ ആ ഒരു പഴയ ആ ഒരു പേടിയൊക്കെ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ വേദനിക്കുമോ, ഇത് ശരിക്കും എനിക്കുള്ളതാണോ, ആ ഒരു എന്താ പറയാ, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തും. ആ സമയം നിങ്ങൾ ഓർക്കുക, ഇത് യാദർശികമല്ല, ഇത് നിങ്ങളുടെ കർമ്മബലത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു സമയമാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് സോൾസിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് വന്നപ്പോൾ ഞാൻ ഏറ്റവും ശക്തമായിട്ട് അനുഭവിച്ച ഒരു സന്ദേശം ഇതാണ്: നിങ്ങളെ വേദനിപ്പിച്ചവര് അവരുടെ ഫലം മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രതികാരം ചെയ്യുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു നാശം വരണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മോശമായിട്ടൊരു കാര്യം കിട്ടണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല എന്നുള്ളതാണ്. കർമ്മം സ്വയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ മിണ്ടാതിരുന്നത് ഒരു ബലഹീനതയല്ലായിരുന്നു, അത് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് ഒരു സത്യം, അതായത് എന്തോ ഒരു സത്യം മറിഞ്ഞിരിക്കുന്നുണ്ട്, ആ ഒരു സത്യം വെളിച്ചത്ത് വരും, ആ ഒരു തെറ്റിദ്ധാരണകൾ മാറും. അപ്പോൾ അവിടെ ഒരു ക്ഷമാപണം ആയിട്ട് ആളുകൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്, സോറി ചോദിച്ചു വരാം. ഇതാണ് ഈ ഒരു കാർഡ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഒരു ക്ഷമാപണം ലഭിക്കാതിരുന്നാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ കുറിച്ച് ഇനി നിങ്ങൾക്ക് വേദന തോന്നാത്ത രീതിയിലുള്ള ആ ഒരു തോന്നാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്.
അതായത് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്, ദുഃഖമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ മാത്രം ഈ ഇത്രയും സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയും കെയർ ചെയ്തിട്ടും ഇത്രയും സാമ്പത്തിക സഹായം ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും അവരെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ സമയം കളഞ്ഞ് ഞാൻ നിന്നിട്ടും എനിക്ക് മാത്രമാണ് വിഷമവും കാര്യങ്ങളും ഇപ്പോഴും ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വേദന ഉണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു കാര്യമായിക്കോട്ടെ, എന്താണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു കാര്യം നല്ല രീതിയിൽ ഇപ്പൊ ഒരു വ്യക്തി ആകണമെന്നില്ല, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരെ ആകാം, അങ്ങനെ നടന്നു പോയതിൽ നിന്ന് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഓക്കെ ആയി വീണ്ടും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വന്നാലും എല്ലാം ഓക്കെ ആയാൽ കൂടിയും ആ ഒരു വേദന അവിടെ ഉണ്ടാകും എന്ന് നമുക്കറിയാലോ. ആ ഒരു വേദന അവിടെ ഉണ്ടാകും. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ നിങ്ങളോട് ക്ഷമാപണം ചോദിക്കാതിരുന്നാൽ കൂടിയും കുറച്ച് കഴിയുമ്പോൾ, അതൊരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ വേദനിപ്പിച്ച ആളുകളെ കുറിച്ച് ഇനി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വേദനയും തോന്നാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അതാണ് യഥാർത്ഥമായ ഒരു കർമ്മഫലം അല്ലെങ്കിൽ കർമ്മത്തിന്റെ വിജയം എന്നൊക്കെ പറയുന്നത്. അതായത് നിങ്ങളിലുള്ള ആ ഒരു നന്മയുടെ വിജയമാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കർമ്മഫലം എപ്പോൾ ലഭിക്കും എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാർഡുകൾ ഒരു പ്രത്യേക തീയതി നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷെ 3 അടയാളങ്ങൾ ഈ ഒരു കാർഡുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ പഴയ വേദനയിൽ നിന്ന് അല്പാൽപമായി മോചിതരായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തന്നെ കൂടുതൽ വിലമതിക്കാൻ തുടങ്ങുമ്പോൾ, സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് വരും. നഷ്ടങ്ങളെക്കാൾ പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ മാറ്റുമ്പോൾ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യമാണ്. അപ്പൊ കാര്യങ്ങൾ അതിവേഗത്തിൽ മാറി തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർമ്മഫലം നമ്മളിലേക്ക് വരണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് പഴയ വേദനയിൽ നിന്ന് ഹീലായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരും. എല്ലാം നിങ്ങൾ മറ്റുള്ള ആളുകളിൽ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല, നമുക്ക് എപ്പോഴും ഈ വേദന വിഷമം ഉള്ളല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ മറന്നുകൊണ്ട് നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും നിങ്ങൾക്ക് വില കൊടുക്കാനും ആ ഒരു പഴയ വേദനയിൽ നിന്ന് ഇനി മുന്നോട്ടേക്ക് പോകണമെന്ന് സ്വയമേ ഒരു ശക്തി ആർജിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴും, നഷ്ടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പുതിയ അവസരങ്ങൾ തേടി അത് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുമ്പോഴുമാണ് നിങ്ങൾക്ക് ആ ഒരു കർമ്മഫലം വേഗത്തിൽ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ വർഷങ്ങളായി കാത്തിരിക്കുന്നത് ഏതാനും ഒരു ആഴ്ചകളിലും മാസങ്ങളിലും സംഭവിക്കുന്ന ഒരു അനുഭവം നിങ്ങളിലേക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഒരാഴ്ചകൾക്കുള്ളിൽ, 2 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ്. അപ്പൊ യൂണിവേഴ്സിന്റെ അവസാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു, നീ അനുഭവിച്ച ഓരോ കണ്ണീരും ഞാൻ കണ്ടു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നീ മിണ്ടാതെ സഹിച്ച ഓരോ രാത്രിയും ഞാൻ അറിഞ്ഞു. നീ ഒരാളോട് ചെയ്ത നന്മ പോലും എന്റെ കണക്കിൽ നിന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടില്ല. ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പരീക്ഷണങ്ങളുടെ കാലമല്ല, ഹാർവെസ്റ്റിങ്ങിന്റെ ഒരു കാലമാണ്, വിളവെടുപ്പിന്റെ കാലമാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. നിന്റെ കർമ്മഫലം നിന്റെ വഴിയിലേക്ക് ഇതിനകം യാത്ര തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റീഡിങ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങളുടെ മനസ്സ് കണക്ട് ആകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ വിട്ട് കളഞ്ഞേക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.